ജാതകത്തിന് മുമ്പ് തന്നെ ഓരോ വർഷവും നമുക്ക് നമ്മുടേതായിട്ടുള്ള വലിയ സിനിമകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ആ ഉള്ള സിനിമകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മളെ വിളിച്ചിട്ടില്ല, നമ്മളും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വേദികൾ പങ്കിടുന്നില്ല. സിനിമ വരുമ്പോൾ നമുക്ക് ഈ സിനിമയിലെ കഥാപാത്രം എന്താണെന്നുള്ളത് ഈ ഡയറക്ടർക്ക് അറിയുന്ന പോലെ ഡയറക്ടർ വിചാരിക്കുന്ന പോലെ അറിയുന്നത് ചിലപ്പോൾ ആ സിനിമ ചെയ്യുന്ന ആ മേക്കപ്പ് ആർട്ടിസ്റ്റായിരിക്കും. ഈ ശരിക്കും നമ്മളൊരു 8-10 ആർട്ടിസ്റ്റൊക്കെ റെഡി ആവുന്ന ഒരു ടൈമിലാണ് ഞങ്ങൾ ഈ ഒരു ആർട്ടിസ്റ്റിനെ റെഡിയാക്കുന്നത്. ഒരു ഷോട്ട് എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ച് ക്യാരക്ടർ ആയിരിക്കും, ചിലപ്പോൾ ക്യാരക്ടറായിരിക്കും വീഴുന്നത്. പക്ഷെ ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം റിയലായിട്ട് വീണു. വൈകിട്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടും, ഇതുപോലെ നാട്ടിലെ വാർത്തകൾ അറിയും. ലാലേട്ടൻ, സുരേഷ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് സ്പീക്കറിൽ സംസാരിക്കാറുണ്ട്. എല്ലാ ടെക്നീഷ്യന്മാരായിട്ട് സംസാരിക്കും. ബ്ലെസ്സി സാറ് കാണുന്നൊരു വിഷയമില്ല, ബ്ലെസ്സി സാറിൻ്റെ വായിച്ച സ്ക്രിപ്റ്റിലാണ് നമുക്ക് നമ്മുടെ നജീബിൻ്റെ രൂപം നമുക്ക് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും പുള്ളി നമുക്ക് പറഞ്ഞു തരും. ചമയത്തിന് 6 തവണ സംസ്ഥാന പുരസ്കാരങ്ങളും 1 തവണ ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ചമയങ്ങളുടെ തമ്പുരാൻ രഞ്ജിത്ത് അമ്പാടി, സ്വാഗതം. ചേട്ടാ, ഇപ്പോൾ നമ്മുടെ സിനിമയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ സിനിമാ പ്രൊമോഷൻസിന് താരങ്ങളെയും സംവിധായകരെയൊക്കെ മാത്രമായിരുന്നു പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ പ്രേക്ഷകർ സംസാരിക്കുന്നതും ഈ സംവിധാനത്തെ പറ്റിയും അഭിനേതാക്കളുടെ പ്രകടനത്തെ പറ്റിയും മാത്രമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം പ്രേക്ഷകർ ആധികാരികമായിട്ട് സിനിമയുടെ എല്ലാ മേഖലകളെ പറ്റിയും സംസാരിക്കുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്, വിമർശനം, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം താരങ്ങളെക്കാളും അല്ലെങ്കിൽ സംവിധായകരെക്കാളൊക്കെ കൂടുതൽ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ആർട്ട് ഡയറക്ടർമാരൊക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ആ കാര്യത്തിൽ എത്രത്തോളം ഹാപ്പിയാണ് ചേട്ടൻ? വളരെ സന്തോഷമാണ്. കാര്യം നമ്മൾ ഇപ്പം നമ്മൾ ചെയ്ത ഒരു വലിയ വർക്ക് എന്ന് പറയുമ്പോൾ ആടുജീവിതമാണല്ലോ. ആടുജീവിതത്തിന് മുമ്പ് തന്നെ ഓരോ വർഷവും നമുക്ക് നമ്മുടേതായിട്ടുള്ള വലിയ സിനിമകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ആ ഉള്ള സിനിമകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മളെ വിളിച്ചിട്ടില്ല, നമ്മളും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വേദികൾ പങ്കിടുന്നില്ല. പക്ഷെ അത് ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ മീഡിയ അത്രത്തോളം വളർന്നതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇപ്പം മേക്കപ്പ് മാത്രമല്ല, ഒരു സിനിമയിൽ ഏതൊക്കെ തലത്തിലുള്ള വർക്കുകളുണ്ടോ ഇതെല്ലാം ആളുകൾ അന്വേഷിക്കാറുണ്ട്. ഇപ്പം എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അതപ്പോൾ തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അതിന് പറയുന്ന ട്രോൾ പരിപാടികളുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, വെറുതെ സിനിമ കണ്ടു പോവുകയല്ല ചെയ്യുന്നത്. അതിൽ ഓരോ സീക്വൻസ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഒരു ക്യാമറ വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു മേക്കപ്പിൻ്റെ വർക്ക് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് പറയുന്ന ഡയലോഗ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇപ്പോൾ ഈ ആൾക്കാർ ഇപ്പോൾ കൂവുന്നതിന് പകരമല്ല ഈ ട്രോളെന്ന്. അപ്പം അത് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പോലെ ചിലപ്പോൾ വിമർശിക്കാനായിരിക്കും, ചിലപ്പോൾ നല്ലത് പറയാനായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ടെക്നിക്കൽ സൈഡിലുള്ള വർക്കുകളെ കുറിച്ച് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്, അത് വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന നല്ല അപ്പം ഈ സിനിമയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ആ സിനിമയിൽ എത്രത്തോളം വേണ്ടപ്പെട്ടവരാണോ അവരെയൊക്കെ വെച്ച് നമ്മൾ ഈ പറയുന്ന പ്രൊമോഷൻ ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഏതു തരം സിനിമകളിലാണ് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്? അതായത് ഇപ്പം നമുക്കൊരു ചരിത്ര സിനിമ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ബയോപിക് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സാധാരണ മസാല സിനിമ ചെയ്യുമ്പോഴോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഏത് തരം ജോണറുകളിലാണ്? അങ്ങനെ ഒരു പ്രത്യേകതരം ജോണർ പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ നമ്മുടെ ടീമോ, ആ ടീം അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഈ കങ്കുവൊക്കെ ഞാൻ ആ ടീമായിട്ടും ആ ഡയറക്ടറായിട്ടൊന്നും നേരത്തെ പരിചയം പോലും മുൻകൂട്ടി പരിചയം പോലും ഇല്ല. നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ സമീപിക്കുകയും ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മൾ സിനിമ സ്റ്റാർട്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ 7-8 സിനിമകൾ ചെയ്ത് ബ്ലെസ്സി സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തതിനേക്കാളും അതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് അവിടെ ഫ്രീഡം കിട്ടുന്നത്. കാര്യം നമുക്ക് ഫ്രീഡം തരുന്നത് നമ്മുടെ വർക്ക് നമ്മൾ എത്രത്തോളം ബെറ്റർ ആക്കണമെന്ന് കാണുമ്പോഴാണ് ഫ്രീഡം തന്നെ. നമ്മളത് മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മോശമായി തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും നമുക്കായിട്ടുള്ള ഫ്രീഡം ഉണ്ടാവും. കാര്യം എനിക്ക് സന്തോഷമല്ല, ഇപ്പം ആർട്ടിസ്റ്റുകളുടെ ചില പ്രോബ്ലം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഡയലോഗിൻ്റെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ക്യാമറ സൈഡ്, അങ്ങനെ പല ടെക്നീഷ്യന്മാരുടെയും സൈഡിലുള്ള ചില നമ്മൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് അത് കൂടുതലും ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒന്നും കൂടി പെർഫോം ചെയ്യണം, കുറച്ചുകൂടി ബെറ്റർ ആക്കാം. അല്ലെങ്കിൽ ഡയറക്ടർ പറയാം 1 more ടേക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ പറയും, അല്ലെങ്കിൽ ക്യാമറമാൻ്റെ സൈഡിൽ നിന്ന് സാർ 1 more കൂടി എടുക്കാം, ചെറിയൊരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഈ 1-2 സൈഡിൽ നിന്നൊക്കെ റീടേക്കുകൾ വരാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് സമയത്ത് അവിടെ കൂടെ ഉണ്ടാവുകയും നമ്മുടെ ചിലപ്പോൾ ഒന്നുകൂടി ആ ഷോട്ടിൽ നമുക്ക് ഒന്നുകൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നിയിട്ട് നമ്മൾ പോയി സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി റീടേക്ക് എടുക്കുക ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫ്രീഡം വരെ നമുക്കൊക്കെ തരുന്നുണ്ട് ഇപ്പം. ഇപ്പോൾ അതുപോലെ ചില സിനിമകളിൽ കാണാം, പ്രധാന അഭിനേതാക്കളുടെ കൂടെ തന്നെ അതേ കഥാപരിസരത്തു നിന്ന് വരുന്ന സഹ നടന്മാർ അല്ലെങ്കിൽ നടിമാർ, കഥാപാത്രങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ കഥാ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതായിരിക്കും.
പക്ഷെ രാപ്പകൽ വ്യത്യാസം ഉണ്ടാവും ഇരുവരുടെയും മേക്കപ്പുകൾ തമ്മിൽ. അപ്പോൾ ജിത്തു ജോസഫൊക്കെ ഒരിക്കലും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് അഭിനേതാക്കളുടെ ചില വാശികൾ കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് ഒരു സംവിധായകൻ വിചാരിച്ച രീതിയിൽ അവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ചേട്ടൻ ഏതെങ്കിലും സിനിമ സെറ്റിലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അനുഭവം വെച്ചാൽ ആർട്ടിസ്റ്റുള്ള വാശിയുള്ളതുണ്ടല്ലോ ഈ പറയുന്ന അതൊന്നും നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന സംവിധായകർ അങ്ങനെ. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണ് ആദ്യം. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, ഈ ആർട്ടിസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യണം. അതിൽ കുറച്ച് സീനിയർ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഫ്രീഡം കൊടുക്കും. കാര്യം ഓൾറെഡി ഈ ഡയറക്ടറെ പോലെ തന്നെ ആയിരിക്കും അവരും വിചാരിക്കുന്നത്. അതല്ലാതെ വരുന്നിടത്തൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പം എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് സിനിമയേക്കാളും കൂടുതൽ ഈ വേറെ പ്രൊമോഷൻ വർക്കുകളും മറ്റുള്ള ഇനാഗ്രേഷൻ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടാവും. കൂടുതൽ അങ്ങനെയാണ്. പക്ഷെ ഒരു സിനിമ വരുമ്പോൾ നമുക്ക് ഈ സിനിമയിലെ കഥാപാത്രം എന്താണെന്നുള്ളത് ഈ ഡയറക്ടർക്ക് അറിയുന്ന അല്ലെങ്കിൽ ഡയറക്ടർ വിചാരിക്കുന്ന പോലെ അറിയുന്നത് ചിലപ്പോൾ ആ സിനിമ ചെയ്യുന്ന ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനായിരിക്കും. അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ സിനിമ തുടങ്ങാറാകുമ്പോഴായിരിക്കും ഇതിനോട് അടുക്കുന്നത്. പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ പിന്നിലായിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടറിനെ കുറിച്ചും ഈ ക്യാരക്ടറിൻ്റെ മേക്കപ്പിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒന്നുകിൽ അവരുടെ കൂടെ ഉള്ള സീനിയറായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റായിരിക്കും ചിലപ്പോൾ കൂടെ ഉള്ളത്. അവരായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ മമ്മൂക്ക അല്ലെങ്കിൽ ആരുടെ ഇവരൊക്കെ കൂടെ ഉള്ള എന്നേക്കാൾ സീനിയറായിട്ടുള്ള ആളുകളാണ് അവരൊപ്പം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വർക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് വർക്ക് ചെയ്യും. ഇപ്പോൾ പാലേരി മാണിക്യത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഞാനും ജോർജായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യും. പല ഐഡിയാസും നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്കൊരു അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ ഞങ്ങളത് ഷെയർ ചെയ്യും. ഇപ്പോൾ എനിക്ക് പേഴ്സണലി മേക്കപ്പ് ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഹെലനാണ്. ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു വർക്കായിരുന്നു അത്. അപ്പോൾ ഹെലനിൽ ഈ അന്ന ഫ്രീസറിൽ കുടുങ്ങി കിടക്കുന്ന സമയത്തൊക്കെ ഉള്ളൊരു മുഖത്ത് വരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ടെക്നിക്കലി മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി ആധികാരികമായിട്ട് ചോദിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും എങ്ങനെയായിരുന്നു ഹെലനിൽ അന്നയെ അങ്ങനെ ഒരുക്കിയെടുത്തത്? ശരിക്കും നമുക്ക് ഡയറക്ടർ അതിൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോഴും ഈ സീക്വൻസ് ഒരു 8 മണിക്കൂർ ഫ്രീസറുള്ള സീക്വൻസ് ഒക്കെ പറയുമ്പോഴും നമുക്ക് കിട്ടിയിരുന്ന നമ്മൾ എന്തിനും ഇങ്ങനെ റെഫറൻസ് എടുക്കും. ഇപ്പോൾ ഓൾറെഡി ഫ്രീസറിൽ പെട്ടിട്ടുള്ള പല ഇമേജുകൾ ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നതൊക്കെ എല്ലാം ഫോറിൻ സിനിമകൾ. അതായത് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഫോറിനേഴ്സിൻ്റെ സ്കിൻ ടോൺ വെച്ചിട്ടാണ് നമുക്ക് ആ റെഫറൻസ് കിട്ടുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ ആ റെഫറൻസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ ഒരു ടോണുള്ള ഒരാൾക്ക് നമ്മൾ ആ കളേഴ്സ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആ ഇമേജിൽ കാണുന്ന ഒരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് റെഫറൻസ് എടുത്തിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ ആ റെഫറൻസ് നമുക്ക് മനസ്സിലായി, നമ്മുടെ റിസൾട്ട് ഇതാണ് വേണ്ടതെന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ ഈ ആർട്ടിസ്റ്റിൻ്റെ ടോണിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്ക് അത് എത്രത്തോളം ചേഞ്ച് വരുത്താം, അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കളറ് നമ്മൾ കണ്ടുപിടിക്കുക. കാര്യം അങ്ങനെ ഒരു ഒറ്റ ഷെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കളറല്ല. ഈ ആർട്ടിസ്റ്റ് സ്കിന്നിൽ ഈ ഒരു ടോൺ മാറണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കളർ മിക്സ് ചെയ്യണം, ആ ഒരു കളർ മിക്സിങ് ഭയങ്കര ശ്രദ്ധിച്ചാണ് ആ സിനിമ ചെയ്തത്. അത് പക്ഷേ ആ സിനിമ വർക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അത് എന്ത് കളറാണ്, അല്ലെങ്കിൽ ആ കളർ എങ്ങനെയാണ് എന്തൊക്കെ മിക്സ് ചെയ്താലാണ് ആ കളർ കിട്ടും എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച അതൊന്നും അത്ര ഡീറ്റെയിൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ. കലം കണ്ടു, അല്ലാതെ ഈ കളറിനെ കുറിച്ചൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ല. പക്ഷെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഞാൻ അവിടെ ഫംഗ്ഷനിൽ ചെല്ലുമ്പോൾ പ്രിയദർശൻ സാറിനെ ഞാൻ പോയി പരിചയപ്പെട്ടു. അപ്പോൾ സാറിന് എൻ്റെ പേര് അറിയാം, എന്നെ നേരിട്ട് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഷേക്ക് ഹാൻഡൊക്കെ തന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, നിങ്ങളുടെ കളറിങ് നന്നായിട്ടുണ്ടായിരുന്നു, അതായത് ഹെലനിലെ നിങ്ങൾ അപ്ലൈ ചെയ്ത കളറ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോഴെനിക്ക് ഷോക്കാണ്. കാര്യം ശരിക്കും അവാർഡിന് തുല്യമാണ് അത്. അങ്ങനെ ഒരു അത്രയോ ജൂറി അല്ലെങ്കിൽ അങ്ങനെ ഒരു കളറിങ് വരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇപ്പം ചെയ്ത വർക്കുകളിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതാ? ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ആടുജീവിതം പറയും. ആടുജീവിതം അതിലെന്തൊക്കെ പ്രത്യേകതകൾ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? അല്ല, അതിനകത്ത് ശരിക്കും ഈ നജീബ് എന്നൊരു ക്യാരക്ടർ മാത്രമാണെങ്കിലും ഞങ്ങൾ എൻ്റെ കൂടെ ഒരു 3 എൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്. എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ള ബിനു, ഷാഹിൻ, അതുപോലെ ബിബിൻ. അപ്പോൾ ഞങ്ങൾ ഈ 3 പേരും ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ഈ ശരിക്കും നമ്മളൊരു 8-10 ആർട്ടിസ്റ്റൊക്കെ റെഡി ആവുന്നൊരു ടൈമിലാണ് ഞങ്ങൾ ഈ ഒരു ആർട്ടിസ്റ്റിനെ റെഡിയാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഈ നജീബിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഡിയോത്തിലൊക്കെ ചെയ്തിരിക്കുന്ന ചില ഒരു 20% ചിലപ്പോൾ നമുക്ക് വേറെ 3-4 സിനിമകൾക്ക് തന്നെ ആവശ്യം വരുള്ളൂ. അത്രയും പല സൈഡിൽ വർക്ക് ഉണ്ട് അതിനകത്ത്.
ഈ ആടുജീവിതത്തിലേക്ക് വരാം. ആടുജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലസ് സാറിനെ പറ്റിയിട്ട് പൃഥ്വിരാജ് ഓഡിയോ ലോഞ്ചിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് ബ്ലസ് സാറ് പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴഞ്ഞു വീണു എന്നുള്ളൊരു കാര്യം ഓഡിയോ ലോഞ്ചിൽ പൃഥ്വി പറഞ്ഞായിട്ട് കേട്ടാണ്. അത് ശരിക്കും എന്തായിരുന്നു സംഭവം? അല്ല, ബ്ലസ് സാറല്ല, ശരിക്കും രാജു വീണിട്ട്. രാജു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാര്യം ഈ ഡയറ്റിങ് ഉണ്ടല്ലോ, ഡയറ്റിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഒന്നാമതായിട്ട് നമുക്ക് ആ ഡെസർട്ടിൽ കൂടി നോർമലായിട്ട് ഒരു നമ്മുടെ ഷൂസോ ചെയ്തിട്ട് നടക്കാൻ പറ്റില്ല. കാര്യം അത്രയും നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഡെസർട്ടല്ല, ഇവിടുത്തെ അല്ല ഈ പറഞ്ഞ പോലെ അത്രയും കാല് പതിഞ്ഞ് കുഴിഞ്ഞങ്ങ് പോകും. ഇത് തന്നെ നമ്മൾ നടന്നൊരു 10 അടി നമ്മൾ നടക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഡയറ്റിങ്ങും കൊണ്ട് അതിൻ്റെ കൂടെ ഈ ഡെസർട്ടിൽ കൂടെ ഓടുന്ന ഷോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ഷോട്ട് എടുത്തപ്പോൾ നമ്മൾ വിചാരിച്ച് ക്യാരക്ടർ ആയിരിക്കും, ചിലപ്പോൾ ക്യാരക്ടർ ആയിരിക്കും വീഴുന്നത്. പക്ഷെ ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ റിയലായിട്ട് വീണു. നമ്മുടെ കൂടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഉണ്ട്, ഡോക്ടറുണ്ട്. ഒരു 10-15 മിനിറ്റ് നമ്മൾ എല്ലാവരും ഫ്രീ ആയി. അത് വീണ്ടും രാജു തന്നെ പറഞ്ഞു കുഴപ്പമില്ല ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. വീണ്ടും ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. സാറ് എന്നിട്ട് പറഞ്ഞു വേണ്ട, അന്ന് എന്നിട്ട് നമ്മൾ പാക്കപ്പ് ചെയ്തു. അത്രയും ബുദ്ധിമുട്ടാണ്. കാര്യം ഒന്നാമത് നമ്മൾ ഈ കോവിഡ് സമയമാണ്. എല്ലാവരും അതെ, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഈ ഭക്ഷണമൊന്നും കഴിക്കാതെ അത് ഷൂട്ടും ഇങ്ങനത്തെ ഉള്ള സീക്വൻസും ഷൂട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? കാരണം ലോക്ക്ഡൌൺ എല്ലാവരും അടച്ചിരുന്ന ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അത്ര ഒരു ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് അതൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു? ഉണ്ട്, നാട്ടിലെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. നമുക്കൊരു ആദ്യത്തെ ഒരു 4-5 ദിവസം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് ഇനി എപ്പോൾ വീട്ടിൽ ചെല്ലാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പലവരുടെയും വീടുകളിൽ പ്രായമായ അച്ഛനമ്മ ആളുകളൊക്കെ ഇങ്ങനെ സുഖമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ടെൻഷൻ കാണുമല്ലോ. ഇപ്പോൾ നാട്ടിലുള്ളപ്പോഴായാലും എന്തും സംഭവിക്കാം. അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ പിന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ പെട്ടെന്ന് പോകാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. അങ്ങനത്തെ ഒരു 4-5 ദിവസത്തേക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ നോക്കുമ്പോൾ നാട്ടിലെ അവസ്ഥ വെച്ച് ഞങ്ങൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ 2 പേര് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ പോലീസ് വരിക, അല്ലെങ്കിൽ ഹെൽത്തിൽ നിന്ന് ആൾ വരിക, മാസ്ക് ധരിച്ചില്ലെങ്കിൽ പ്രശ്നം. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ 10-50-60 പേര് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. കാര്യം ഈ ഡിസർട്ടിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് പോലെ സെറ്റ് ചെയ്ത് അവർ തന്നാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ആരും അവിടെ വരുന്നില്ല, ഇവിടുന്ന് ആരും പുറത്ത് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു അടുത്ത് തന്നെ ഒരു 3-4 കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അക്കോമഡേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഡെസേർട്ടിലേക്ക് അങ്ങനെ പുറത്തുനിന്ന് ആരും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോവിഡ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നവരാർക്കും കൊറോണ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ നിങ്ങളെ പറ്റിയൊരു വാർത്തയൊക്കെ വന്നത് അവിടെ ജോർദാനിൽ കുടുങ്ങിപ്പോയി പൃഥ്വിരാജും സംഘവും എന്നൊക്കെ പറഞ്ഞ വലിയൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആരാധകരൊക്കെ പേടിച്ച് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും ഇടയ്ക്ക് വിളിക്കും. വൈകിട്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടും, ഇതുപോലെ നാട്ടിലെ വാർത്തകൾ അറിയും. ലാലേട്ടൻ, സുരേഷ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര് സ്പീക്കറിൽ സംസാരിക്കാറുണ്ട്. എല്ലാ ടെക്നീഷ്യന്മാരായിട്ട് സംസാരിക്കും. പക്ഷേ നമുക്ക് ഈ പറയില്ല നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കിയാണ് ഞങ്ങൾക്ക് സൗകര്യം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 മാസത്തെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാവുന്നത് ഞങ്ങൾ ഇപ്പോഴാണ് കുടുങ്ങിയേക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൃഥ്വിരാജ് ഈ ഡയറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ പുള്ളി മാത്രം എങ്ങനെ മാറി നിൽക്കുമ്പോൾ? അത് ഈ പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് അവിടെ ക്യാരാവാനോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരു റൂം സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു ഓപ്പൺ ഏരിയ എല്ലാവരും ഇരിക്കുന്നതൊക്കെ ഒരു ചെറിയ ടെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മിക്കവാറും എല്ലാവരും രാജു എങ്ങോട്ടാ ഫേസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡ് തിരിഞ്ഞെന്നായിരിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ കാഴ്ച മുതൽ ബ്ലസ് സാറിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് സിനിമകളായപ്പം മറ്റുള്ള സംവിധായകരൊന്നും ബ്ലസ് സാറിനെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യം ബ്ലസ് സാറിന് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന ഇപ്പോൾ 15-16 വർഷമായിട്ട് സിനിമയുടെ പിറകിലെന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ 25 വർഷമായാലും ഈ സിനിമ ഇങ്ങനെ സാറ് കണ്ട ഒരു വിഷ്വൽ അല്ലെങ്കിൽ കണ്ട രീതിയിൽ സിനിമ ആയിട്ട് ഈ സിനിമ പുറത്തു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സാറിനെ അറിയുന്ന ആളുകൾക്ക് ഈ 16 വർഷമൊന്നും സാറിനെ സംബന്ധിച്ചുള്ള വലിയ കാര്യമല്ല. അപ്പം ഈ ആടുജീവിതം നമ്മുടെ മലയാള സിനിമയെ ലോകത്തിൻ്റെ മറ്റൊരു ലോക സിനിമയുടെ നെറുകയിലെത്തിക്കുന്നൊക്കെ എല്ലാവരും കരുതുന്ന ഒരു സിനിമയാണ്. ചേട്ടൻ ആ സിനിമയിലുള്ള പ്രതീക്ഷ എന്താണ്? ഈ രാജുവിന് ഓസ്കാർ അങ്ങനെ പല നമ്മൾ ഓൺലൈൻ മീഡിയകളിലല്ല ഓൺലൈൻ ഇതിലൊക്കെ പലരും പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ അവാർഡുകളെ പറ്റിയൊക്കെ. അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യന് കിട്ടുന്ന ഏറ്റവും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് നമ്മൾ പറയുന്നത് ഓസ്കാറാണ്. അപ്പോൾ ആ സിനിമയിലെ പെർഫോമൻസും പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഒരു എഫർട്ടുകളൊക്കെ അറിയുന്നതുകൊണ്ടാണ് പലരും അതിലേക്ക് പറയുന്നത്. അതല്ല നമ്മൾ സാധാരണ ഒരു
സിനിമയാണെങ്കിൽ എല്ലാവരും പറയും ഈ പടത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടും, അല്ലെങ്കിൽ ഈ പടത്തിന് നാഷണൽ അവാർഡ് കിട്ടും. പക്ഷേ ഇത് അത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന് ഈ പറയുന്നത് കണ്ടവർക്കും അറിയാം, ഈ പറയുന്നത് കാണാൻ പോകുന്നവർക്കും ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ടോക്ക് തന്നെ വരുന്നത്. ഈ ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ടാവില്ലല്ലോ ചേട്ടാ? ഉണ്ട്. അപ്പോൾ അതിൽ നജീബിൻ്റെ ഒരു അവസ്ഥകളുണ്ട്. അപ്പോൾ അതുപോലെ പ്രത്യേകം എഫേർട്ട് എടുത്തിട്ട് ബോഡിയൊക്കെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ മേക്കപ്പിൽ എന്തൊക്കെ വ്യത്യസ്തകൾ അതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട്? അല്ല, ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഓരോരുത്തരും നോവൽ വായിക്കുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ വരുന്ന നജീബ് പലതരത്തിലായിരിക്കാം, പല രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിഷ്വല് പലതായിരിക്കാം. പക്ഷെ അത് ഈ നോവല് ബ്ലസ് സാറ് വായിച്ചിട്ട് ബ്ലസ് സാറ് എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ബ്ലസ് സാറിൻ്റെ ഒരു വെർഷനുണ്ട്. അത് ഈ പറയുന്ന പോലെ ഈ നമ്മുടെ നോവലില്ലാത്ത കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അപ്പോൾ ആ ബ്ലസ് സാറ് കാണുന്നൊരു വിഷയമല്ല, ബ്ലസ് സാറിൻ്റെ വായിച്ച സ്ക്രിപ്റ്റിലാണ് നമുക്ക് നമ്മുടെ നജീബിൻ്റെ രൂപം നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ സാറായിട്ട് ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുക. ഈ പറഞ്ഞ ഞങ്ങൾ ഈ രാജുവിനെ വെച്ച് ഞങ്ങൾ സ്കെച്ച് തയ്യാറാക്കിയത്. സ്കെച്ച് കണ്ടിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ സാർ ഉദ്ദേശിച്ച നജീബ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ കണ്ടേക്കണം എന്നുള്ള രീതിയിൽ സ്കെച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ, അതായത് റിയൽ നജീബിനെ നമ്മളാരും കണ്ടിട്ടില്ല, ആ അവസ്ഥയിൽ കണ്ടിട്ടില്ല. നമുക്ക് അന്നത്തെ ആ സമയത്തുള്ളൊരു ഫോട്ടോഗ്രാഫ് ഒന്നും കിട്ടാനും വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞു വേണ്ട, നമുക്ക് നമ്മുടെ മനസ്സിലെ നജീബിനെ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ സ്കെച്ച് ഇപ്പോൾ കാണുന്ന നജീബിൻ്റെ സ്കെച്ചൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിയൽ നജീബ് ഇത് കണ്ടതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഥാപാത്രം? അല്ല, റിയൽ നജീബ് നമ്മുടെ രാജുവിൻ്റെ ഈ കഥാപാത്രം നേരിട്ട് കണ്ടിട്ടില്ല. കാര്യം ഞങ്ങളത് അവിടെയല്ലേ ഷൂട്ട് ചെയ്തത്. നാട്ടിൽ വന്നപ്പോഴും ഇല്ല, നേരിട്ട് പുള്ളി കണ്ടിട്ടില്ല. പുള്ളി കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓഡിയോ ലോഞ്ചിനാണ്, ആ ട്രെയിലറാണ് കണ്ടിരിക്കുന്നത്. ട്രെയിലറാണ് രാജുവിൻ്റെ ഈ രൂപവും. പുള്ളി അന്ന് തന്നെ അവിടെ പ്രസംഗിച്ച് പറയുന്നത്, ഞാനിത് കണ്ടപ്പോഴാണ് എൻ്റെ അന്നത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നതും അത് എത്രത്തോളം കറക്റ്റാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പുള്ളി അനുഭവിച്ചത് പുള്ളി സ്ക്രീനിൽ കാണുക. ഇതിപ്പോൾ വേറൊരു പ്രേക്ഷകൻ ആ നോവൽ വായിച്ച ഒരാളെ കാണാൻ പോണത്, ഇത് അതല്ല. റിയൽ നജീബാണ് സ്ക്രീനിൽ കണ്ടിട്ട് പറഞ്ഞത് എനിക്കുണ്ടായ അതേ അനുഭവം, എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ ഓർമ്മ എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും മണിരത്ന സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകദേശം 3 പതിറ്റാണ്ടിന് ശേഷമാണ് നായകന് ശേഷം കമൽ സാറും മണിസാറും കൂടെ ഒന്നിക്കുന്നത്. അപ്പം കമൽ സാർ എന്ന് പറയുന്നത് സിനിമയുടെ സമസ്ത മേഖലകളിലും വലിയ പ്രാവീണ്യമുള്ള ഒരാളാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ? ഓൾറെഡി മണിസാറായിട്ട് ഒരു 10 വർഷം മുമ്പ് കടൽ എന്നുള്ള സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് ഈ പറഞ്ഞ പോലെ മണിസാറിനെ അറിയാലോ നമുക്ക്. ഇത് പക്ഷേ മണിസാർ മാത്രം, മണിസാറിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ്. ആ സൈഡിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. പക്ഷേ നമ്മുടെ സ്ക്രീനിൽ വരാം, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന കമൽ സാറാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ല പറയുന്നത്, ഈ ഇപ്പോൾ കൂടുതലുള്ള വേറെ ആർട്ടിസ്റ്റ് കോമ്പിനേഷനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെയൊക്കെ നമ്മൾ പല ഈ നോർമൽ അല്ലാത്ത കുറച്ച് അങ്ങനെയുള്ള വർക്കൊക്കെ വരും സമയത്ത് സാർ അതിൻ്റെ കറക്ഷൻ പറഞ്ഞുതരും. കമൽ സാർ പറഞ്ഞുതരും. മേക്കപ്പിന്റെ കാര്യത്തിൽ എല്ലാ അദ്ദേഹത്തിന് ധാരണകളുണ്ട്, നല്ല ധാരണയുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 28 വർഷത്തിക്കുള്ളായി ഞാൻ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും പുള്ളി നമുക്ക് പറഞ്ഞു തരും. അതിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഈ പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില പ്രശ്നങ്ങളുണ്ടാവല്ലോ, അതൊക്കെ ഇവിടെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പുതിയൊരു സ്കൂളിൽ ചെന്ന് വിട്ടേക്കാം, പല കാര്യങ്ങളും അവിടെ നിന്ന് പഠിക്കാൻ നമുക്ക് പറ്റും. കമൽ സാറിൻ്റെ അടുത്ത് അതെ. അഭയ് ഷൺമുഖി അതുപോലെ ദശാവതാരം അതിലൊക്കെ പുള്ളി തന്നെ കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ കാര്യങ്ങൾ? ഇല്ല, ഇപ്പോൾ സിനിമ തുടങ്ങിയിട്ടുള്ളൂ. നമ്മളൊരു ഷൂട്ടിംഗ് ഡേയ്സ് അധികം ആയിട്ടില്ല. ഷൂട്ടിംഗ് പറഞ്ഞ ഒരു 8-10 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സമയങ്ങളൊന്നും സാറായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇനി ഉണ്ടല്ലോ, ഷൂട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സൂര്യയുടെ കങ്കുവ. ടീസറും മറ്റും അതിൻ്റെ പ്രമോ സംഭവങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടൊരു സാധനമാണ് സൂര്യയുടെ ലുക്ക്. കുറേ ടാറ്റു ആണോ എന്നറിയില്ല, കുറേ ടാറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ, അതിൻ്റെ റെഫറൻസ് ഏതായിരുന്നു സൂര്യയുടെ കഥാപാത്രത്തിന്? നമ്മൾ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. സിനിമകളൊക്കെ നമുക്ക് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. ശരി, ടാറ്റു ഒക്കെ തന്നെ ആയിരുന്നു അത്? ടാറ്റു അല്ല, നമ്മൾ അതിൽ ടാറ്റു അല്ല ശരിക്കും, അത് വേറൊരു മെറ്റീരിയലാണ്. കാര്യം ടാറ്റുവിൻ്റെ ഒരു കളറോ അതൊന്നല്ല. നമ്മൾ സിനിമ സ്റ്റിൽസ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അതൊരു സിലിക്കോൺ പോലത്തെ മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയലാണത്. അതേപോലെ തന്നെ വലിയൊരു വേറെ സിനിമയിലും ഭാഗമാണ് കാന്താര 2. അതിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കാന്താരയുടെ വിശേഷങ്ങളും? കാന്താര ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ആടുജീവിതം വർക്ക് ചെയ്യുമ്പോൾ ആടുജീവിതമാണ് ഏറ്റവും വലിയ സിനിമ.
പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ കങ്കുകയും തഗ്ലീഫും ചെയ്യുമ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കും. എന്തായി അതിൻ്റെ പലരും സ്ക്രിപ്റ്റ് വരെ ചോദിക്കും, എന്താണ് അതിൻ്റെ കഥ, ക്യാരക്ടർ എന്താണ്, ലുക്ക് എങ്ങനെ കാണിച്ചിരുന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓൾറെഡി തഗ് ലൈഫ് തുടങ്ങി, കാങ്കുവ ഷൂട്ട് കഴിഞ്ഞു, ആഡ് ചെയ്ത് റിലീസാകാൻ പോകുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ കാന്താരയെ കുറിച്ചാണ്. ഇതെന്നാ തുടങ്ങുന്നത്, ഈ പറഞ്ഞ അതിൻ്റെ ലുക്ക് കാര്യങ്ങൾ എന്നാ റിലീസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻക്വയറി വരുന്നത് കാന്താരയെ കുറിച്ചാണ്. ഇപ്പോൾ ചേട്ടൻ ഒരുപാട് വർഷം, ഒരു 25 വർഷത്തിന് മേലെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് തോന്നുന്നു. എങ്ങനെയായിരുന്നു അങ്ങോട്ടുള്ള ഒരു കടന്നു വരുന്നത് മലയാള സിനിമയിലേക്കുള്ള? അല്ല, ആദ്യം ഇതൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു ജോലി ദിവസവേതനം എന്നുള്ള രീതിയിലാണ് വരുന്നത്. വന്ന് ഞാൻ റഷീദിക്കയുടെ കൂടെ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. 2004 ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ വർഷം തന്നെ കാഴ്ചയും മകൾക്ക് 2 സിനിമ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വർക്ക് ചെയ്തത്. മകൾക്ക് അവാർഡും കിട്ടി. ആ വർഷത്തെ അവാർഡ് കിട്ടി. അപ്പം അങ്ങനെ അവാർഡൊക്കെ കിട്ടിയപ്പോഴാണ് നമ്മുടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഒരു 100-150 ദിവസം ഓടുന്ന അല്ലെങ്കിൽ അങ്ങനെ വലിയ സിനിമകൾ, തിയേറ്ററിൽ ഭയങ്കര കളക്ട് ചെയ്യുന്ന സിനിമകൾ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ വർക്ക് ചെയ്താലാണ് നമ്മുടെ ഈ പറയുന്ന പോലെ ആളുകൾക്ക് അറിയുള്ളൂ ഇങ്ങനൊരു സിനിമയുണ്ടെന്നും. അങ്ങനെ ഒരു 4-5 വർഷം അങ്ങനത്തെ സിനിമകൾ ചെയ്തതിന് ശേഷം വീണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ അവാർഡ് സിനിമകൾക്ക് അങ്ങനെ സ്റ്റെപ്പ് ബൈ പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് വർഷം തന്നെ ആദ്യത്തെ സിനിമകൾക്ക് തന്നെ അവാർഡ് കിട്ടിയപ്പോഴാണ് നമുക്ക് എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവാർഡ് കിട്ടാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അല്ല. ഇപ്പം നമ്മൾ പറയില്ലേ അവാർഡിന് വേണ്ടി എടുക്കുന്ന സിനിമകൾ, നമ്മളൊരിക്കലും അവാർഡിന് വേണ്ടി അങ്ങനെ വർക്ക് ചെയ്തല്ല ഒന്നും അല്ല. പക്ഷെ അത് കിട്ടിയപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്തുകൂടാ എന്നൊരു തോന്നലുണ്ടാവുന്നത്. അത്തരത്തിലൊരു സിനിമയാണ് ഭ്രമരം. ബ്ലസ് സാറിൻ്റെ ഒരു മികച്ച വർക്കാണ്. അതിൽ ആരും അങ്ങനെ എടുത്ത് പറഞ്ഞു കേട്ടില്ല. പക്ഷെ ലാലേട്ടൻ്റെ ആ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ, മേക്കപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ അത് അങ്ങനെയുള്ള അടിവാരത്തുള്ള അങ്ങനെയുള്ള ജീപ്പ് ഡ്രൈവർ, ഇപ്പോൾ നമുക്കറിയാലോ ഡ്രൈവിംഗ് പണി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഡെയിലി പോകുന്ന വർക്കേഴ്സിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ അങ്ങനെ ഒരു ബ്രൈറ്റ് സ്കിൻ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ജോലിക്കൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ അത് പോകും, ഇരുന്നറായിരിക്കും, ടാനോ എന്തായാലും സ്കിന്ന്. അപ്പോൾ ആ ഒരു സാധനമാണ് നമുക്ക് അതിനകത്ത് ലാലേട്ടൻ്റെ ഫുൾ സ്കിന്ന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പാലേരി മാണിക്യത്തിൽ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ആ ഒരു വേഷപ്പകർച്ചകൾക്ക് ഒരു പൂർണ്ണത വരുന്നത് ചേട്ടൻ്റെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ. അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്കയുടെ ഒരു വിഗ് വയ്ക്കുന്ന കഥയൊക്കെ. അതൊക്കെ ശരിക്കും എങ്ങനെയായിരുന്നു? അതൊക്കെ ആ സമയത്ത് വരുന്ന ഒരു ഐഡിയ. കാര്യം ഈ ഡയറക്ടർക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് ഡയറക്ടർ മനസ്സിലുള്ളത്. അത് ഷൂട്ട് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മളത് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കളർ ചെയ്ത് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു മേക്കപ്പ് ആർട്ടിഫിഷ്യലായിട്ട് തോന്നരുതെന്നൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു അങ്ങനെ ഒരു വിഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷെ അത് ഈ പറയുന്ന പോലെ അതിൻ്റെ ഗമ്മ് കാര്യങ്ങൾ, സ്കിന്നിൽ വരുന്ന അലർജി പ്രശ്നങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭയന്നിട്ടാണ് അന്ന് അത് ഒഴിവാക്കാന്നുള്ളൊരു തീരുമാനത്തിൽ വരുന്നത്. പക്ഷെ നമുക്കറിയാം ഡയറക്ടറുടെ മനസ്സിൽ ഇത് വേണം. പക്ഷെ നമുക്ക് ആ സമയത്ത് ഇത് മമ്മൂക്കയുടെ സ്കിന്നിൽ ഫിക്സ് ചെയ്യാതെ പുള്ളിയുടെ ഹെഡിൽ എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളൊരു ഐഡിയ സമയത്ത് വന്നുകൊണ്ടാണ് നമ്മളൊരു ക്യാപ്പിലാണ് ചെയ്തേക്കുന്നത്. സിനിമ കണ്ടാലും പറ്റും. ക്യാപ്പിലാണ് നമ്മൾ വിഗ് ചെയ്തിട്ട് ആ ക്യാപ്പ് എടുത്താൽ വെക്കുന്നത്. അത് ക്യാപ്പിൽ ഒട്ടിച്ചു. നമ്മൾ ആ സമയത്ത് അന്നത്തെ ദിവസം പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ അന്ന് ചെയ്താണ്. അത് വെച്ചാലേ ഈ ഡയറക്ടർക്ക് ആ ക്യാരക്ടർ കിട്ടുള്ളൂ. അപ്പൊ അതൊരു ഭയങ്കര പുതിയ ടെക്നിക്കുമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ വിഗും ഇങ്ങനെ വയ്ക്കുന്ന ഒരു ടൈമും ഇല്ല. ടൈം വേണ്ട നമുക്ക്. റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ക്യാപ്പ് എടുത്ത് വയ്ക്കുന്നവർ വെച്ചാൽ മതി. വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് ചേട്ടൻ്റെ വർക്കാണ് തിരക്കഥ. നമ്മുടെ ശ്രീവിദ്യയുടെ ഒക്കെ ലൈഫൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ആ സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്, തിരക്കഥയിലേക്ക്? രഞ്ജേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, ഗുൽമോഹർ. ആ സമയത്താണ് ഈ തിരക്കഥയുടെ സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഞാൻ രഞ്ജേട്ടനായിട്ട് ഞാൻ അടുത്ത് വർക്ക് ചെയ്യുന്ന സിനിമ അതായിരുന്നു, ഗുൽമോഹറായിരുന്നു. അതിനു മുമ്പ് ഞാൻ റഷീദിക്കയുടെ വർക്കുകളും അങ്ങനെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ അടുത്തറിയില്ല. ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഡെയിലി മേക്കപ്പ് ചെയ്യുമ്പോൾ സംസാരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞത് എൻ്റെ അടുത്ത സിനിമ മേക്കപ്പിന് പ്രാധാന്യമുള്ള സിനിമയാണ്. അപ്പം നമുക്കറിയില്ല ഏത് സിനിമയാണെന്നോ, ഇങ്ങനെ സിനിമ ചെയ്യാൻ പോകണമെന്ന് അറിയാം. അങ്ങനെ പറഞ്ഞു. പിന്നെ അറിയുന്നത് ആ സിനിമ ഒരു ഡ്രോപ്പ് ചെയ്തു, ഇപ്പം ചെയ്യുന്നില്ല എന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കൊരു കോൾ വരിക, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഏത് സിനിമയാണ്. അപ്പോൾ നേരത്തെ ചെയ്യേണ്ടെന്ന് വെച്ച സിനിമയാണ്, അത് വീണ്ടും ചെയ്യാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. സാറൊന്ന് പറയുകയും ചെയ്തു, അതായത് മേക്കപ്പിന് ഭയങ്കര സ്കോപ്പുള്ള സിനിമയാണ്, ആ സിനിമ ആയിരിക്കുമല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെയാണ് ആ സിനിമയിലോട്ട് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉറുമി, സന്തോഷ് ശിവൻ്റെ ഉറുമി, റോഷൻ ആൻഡ്രൂസിൻ്റെ കായംകുളം കൊച്ചുണ്ണി, ഇതിനൊക്കെ ആ കഥാപാത്രങ്ങൾക്ക് ഇത്തിക്കരപ്പക്കിയൊക്കെ വല്ലാണ്ട് കൊണ്ടാടിയ ഒരു കഥാപാത്രമാണ്. അതുപോലെ ഉറുമിയിലെ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾക്കൊക്കെ പൂർണ്ണത വരുന്നത് ആ ലുക്കും കൂടെ വരുമ്പോഴാണ്. അത്തരം ഹിസ്റ്റോറിക്കൽ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ്?
മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താ സിനിമയൊക്കെ? അല്ല, അങ്ങനത്തെ സിനിമകൾക്ക് നമുക്ക് കുറച്ചുകൂടി പറഞ്ഞാൽ വിഷ്വലിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകൾ. അതായത് ഇപ്പം അങ്ങനെ ഒരു ഇപ്പം നമ്മൾ പഴശ്ശിരാജ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ക ചരിത്ര സിനിമ എടുക്കുന്ന പോലെയല്ല ഇപ്പം കൊച്ചുണ്ണിയായാലും ഉറുമിയായാലും. കുറച്ചുകൂടി വിഷ്വലിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൊടുക്കുന്ന സിനിമകൾ. അപ്പോൾ കുറച്ച് ഫാൻറ്റസി ആയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും അവിടെ. നമ്മളല്ലാതെ ഒരു റിയൽ ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് അത് വിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടു ആൾക്കാർ പറയും, അയ്യോ ഈ ക്യാരക്ടർ ഇങ്ങനെ അല്ലല്ലോ, ഇതെന്താ ഈ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പല ചോദ്യങ്ങൾ വരും. പക്ഷെ ഇതിങ്ങനെയുള്ള സിനിമകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ അഡീഷണൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാനകത്ത്. ഈ സംവിധായകർക്ക് അപ്പുറം മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഈ ലുക്കിന്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുമോ എപ്പോഴേലും? പറ്റും. കാര്യം വെച്ചാൽ അത് പറ്റണമല്ലോ. കാര്യം നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഒരാൾ കൊണ്ടു തന്നിട്ട് ഇതുപോലെ ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ വർക്ക് ഉണ്ടെങ്കിലും അതിലൊരു നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ക്രിയേറ്റീവ് വരുന്നില്ല. ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു ക്യാരക്ടറെ കുറിച്ച് കഥ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു രൂപം വരണം. അത് ഏകദേശം ഈ സംവിധായകനോ അല്ലെങ്കിൽ തിരക്കഥ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രൂപമായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ കണ്ടതിനേക്കാളും മെച്ചമായിട്ടുള്ളൊരു രൂപമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും പറയും. അതൊരു നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ച് ഇത് ഏത് ആർട്ടിസ്റ്റാണ് ചെയ്യുന്നതും കൂടി നമ്മൾ അറിയുമ്പോഴാണ് ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ഈ ആർട്ടിസ്റ്റിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മേക്കപ്പ് ഫീൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്യാരക്ടറിന് എങ്ങനെയാണ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് എത്രത്തോളം മാച്ച് ആവുന്നുണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സംവിധായകർ കൊണ്ടുവരുന്ന ലുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ വലിയ സംവിധായകരോട് വർക്ക് ചെയ്യുമ്പോൾ അത് തുറന്നു പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പറയാറുണ്ട്, തുറന്നു പറയാറുണ്ട്, ഒരു കുഴപ്പമില്ല. ഇല്ല, കാര്യം ഇവർക്ക് ഈ പറഞ്ഞ ഇപ്പം ഇത് ഈ മേക്കപ്പ് ചെയ്ത് വരുമ്പോഴുള്ള റിസൾട്ട് എന്താണെന്ന് എനിക്കറിയുള്ളൂ. ഇവരെ മനസ്സിലാതെ ഇങ്ങനെ വേണമെന്നായിരിക്കും. അപ്പോൾ ഇത് ഈ ആർട്ടിസ്റ്റിന് നമുക്ക് പറയുന്നത് ഈ ആണ് സാർ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അതങ്ങനെ ഏച്ചി കിട്ടിയ പോലെ ആയിരിക്കും എന്നുള്ളത് അതൊക്കെ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ് രൂപം കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡയറക്ടർ ഈ സ്കെച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു ഫൈനൽ സ്റ്റേജിൽ എത്തും. നമ്മൾ ഈ സിനിമകളെ പറ്റി പറയുമ്പോൾ വിട്ടുപോകാൻ പറ്റാത്ത സിനിമ മകൾക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ശോഭന അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സിനിമ ചെയ്യുമ്പം ഈ പുരസ്കാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അതിൽ ശരിക്കും അത് ശോഭന ചേച്ചിക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് ഞാൻ. അതെ, കാര്യം എൻ്റെ അടുത്തൊരു പരാതി വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ചെയ്ത പല സിനിമകൾക്കും അവർക്ക് പല അവാർഡുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് നഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ മേക്കപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആകാശത്ത് എന്നുള്ള സിനിമ ഞാൻ പറഞ്ഞു കേട്ടതാണ്. ആകാശത്ത് എന്നുള്ള സിനിമ നാഷണൽ അവാർഡിന് ഫൈനൽ റൗണ്ടിൽ എത്തിയത് നമ്മൾ മാധവി ഉണ്ടായിരുന്നു. അവസാനം 3 പേരായിരുന്നു. പിന്നെ ആ വർഷം ഷബാന അസ്മി ആർക്ക് കിട്ടിയത്. അപ്പോൾ ഫൈനൽ 2 പേര് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ജൂറി കാര്യം പെർഫോമൻസ് ബേസിൽ 2 പേരും ഓക്കെയാണ്. ഇവരെ വേറെ ഒന്നും തിരിക്കാൻ പറ്റിയതിൻ്റെ അവർക്ക് ഈ ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരു ജൂറി കണ്ടുപിടിച്ച ഒരു കുഴപ്പമാണ്. അതായത് ആകാശത്ത് എന്നുള്ള സിനിമയിൽ മാധവി ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പല സീനിലും. അവരൊറ്റ കാരണം കൊണ്ടാണ് അവർക്ക് ആ വർഷത്തെ നാഷണൽ അവാർഡ് പോയത്. ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം ആ പടം കണ്ടവർക്ക് അറിയാം മാധവിയുടെ ക്യാരക്ടർ എന്താണെന്നും അത്രത്തോളം ബുദ്ധിമുട്ടും. അപ്പോൾ ആ സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഒരിക്കലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യില്ല. അപ്പം അങ്ങനെ മൈന്യൂട്ടായുള്ള കാര്യം പോലും പറഞ്ഞാൽ ഒരു നാഷണൽ അവാർഡ് വരെ പോയി കിട്ടും. ശോഭന വർക്ക് ചെയ്യുന്ന ശേഷം എന്തെങ്കിലും അപ്പം ശോഭന കാര്യം പറയും അല്ല ചേട്ടൻ്റെ പടത്തിന് മകൾക്ക് വർക്ക് കഴിഞ്ഞാൽ അതെ ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പ്രശ്നം ചിലപ്പോൾ ശോഭന മാമിന് നേരിട്ട് കാണാം. കാര്യം ഈ മേക്കപ്പ് ഓവറായിട്ടോ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ കുഴപ്പം കൊണ്ടൊക്കെ അവാർഡുകൾ നഷ്ടപ്പെട്ട് കാണാം. ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഏത് സിനിമയാണെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും മേഡത്തിന് അവാർഡ് കിട്ടാനായിരിക്കും ഞാൻ വർക്ക് ചെയ്യണമെന്നുള്ള ഇതിൽ ഞാൻ വർക്ക് ചെയ്തു. അതായത് ഈ ഗെറ്റപ്പും ഇവരുടെ പെർഫോമൻസും കണ്ട് ഇവർക്ക് അവാർഡ് കൊടുക്കണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തത്. പക്ഷെ ആ സിനിമയ്ക്ക് എനിക്ക് മാത്രമേ അവാർഡ് കിട്ടുള്ളൂ. ഈ മേഖലയിലേക്ക് വരുമ്പം വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ഒരു ആദർശ മാതൃകയൊക്കെ ആക്കി എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ലൈഫിൽ? റോൾ മോഡലൊക്കെ ആക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എൻ്റെ ഗുരു തന്നെ. കാര്യം ഞാൻ ഋഷിക്കയുടെ കൂടെ കാര്യം അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് നമുക്ക് ഈ മേക്കപ്പിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നതും. അദ്ദേഹത്തിൻ്റെ വർക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പല ഫീച്ചർ കാര്യങ്ങൾ ഈ പൊന്തമാട അങ്ങനെയുള്ള സിനിമകളൊക്കെ ആ സമയത്ത് വന്നപ്പോൾ നമ്മളത് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പിന്നെ റഷീദിക്കയുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അത് സംഭവിച്ചു. 5-6 വർഷം ഇപ്പോഴും ഞാൻ റഷീദിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഈ പറയുന്ന വലിയ സിനിമകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ വിനോദ് സാറിൻ്റെ അടുത്ത് വന്ന 19-ാം നൂറ്റാണ്ടൊക്കെ നമുക്ക് കുറച്ചധികം മേക്കപ്പ് ടെക്നീഷ്യന്മാർ വേണം അതിൽ. ഇപ്പം ഞാൻ ആ സമയത്ത് ഫ്രീ ആയിട്ട് ഞാൻ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ സിനിമകൾക്കും ഈ പറയുന്ന ഇപ്പോൾ കങ്കോയ്ക്കൊക്കെ റഷീദിക്കയുടെ ബ്രദർ ഷായിക്ക് അത് എന്നേക്കാൾ സീനിയറായിട്ട് ഒരുപാട് പേര് ഞങ്ങളോട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം
നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു ക്രൂ, അതായത് മേക്കപ്പിന് ഇത്രത്തോളം അതേ ആൾക്കാർ വർക്ക് ചെയ്ത സിനിമ കങ്കുവായിരിക്കും. കാര്യം എൻ്റെ ടീമിൽ തന്നെ ചില ഷെഡ്യൂളിൽ നമുക്ക് ഒരു 55 പേരോളം മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉണ്ട്. എങ്ങനെ കങ്കുവയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെ ശിവസാറിൻ്റെ അടുത്തേക്ക്? അല്ല, അവർക്ക് ഇങ്ങനെ ഈ പറയുന്ന ഇങ്ങനെ പ്രോസ്തെറ്റിക് അടക്കം അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വന്ന് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്യുന്ന 1-2 പേര് എന്നേക്കാൾ സീനിയറായിട്ട് ഉള്ളവർ കുറച്ച് ബിസിയാണ്. പിന്നെ ഈ 1 വർഷത്തോളം നമുക്ക് ഒരു സിനിമയുടെ ഒപ്പം നിൽക്കണം. അങ്ങനെ ഒരു അന്വേഷണത്തിലാണ്. അപ്പം അവർ ഇത് അന്വേഷിക്കുന്നതിന് റീസെൻ്റ് ആയിട്ട് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നൊക്കെ 2021 അപ്പം അങ്ങനെ ഒരു നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് എൻ്റെ പേര് പറയും. പിന്നെ എന്നെ അറിയുന്ന 1-2 പേര് ആ സിനിമ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അതിലെത്തുന്നത്. ഈ കാന്താരയുടെ 2ാം ഭാഗത്തിനും തഗ് ലൈഫിനും നമ്മുടെ ആടുജീവിതത്തിനൊക്കെ പുറമെ വരാനിരിക്കുന്ന വലിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? അല്ല, എല്ലാം ഈ പറയുന്ന പോലെ പാൻഡിന സിനിമകളാണ് ഇപ്പോൾ വരുന്നത്. എല്ലാം പാൻഡിന സിനിമയാണ്. ഈ പറഞ്ഞ പോലെ തെലുങ്ക്, തമിഴ് ഇല്ല, നമ്മുടെ മലയാളത്തിൽ തന്നെ വലിയ സിനിമ അല്ലെങ്കിൽ പോലും നമുക്ക് മേക്കപ്പിൽ ഭയങ്കര പ്രാധാന്യമുള്ള സിനിമ, ചെറിയ സിനിമ. ഇപ്പം മേഘാലയനൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റുകളിലെ ചെറിയ സിനിമയാണ്. പക്ഷെ നമുക്ക് വർക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് ഇപ്പം മലയാളത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്. വലിയ ചെറിയ സിനിമകൾ, അതായത് നമുക്ക് മേക്കപ്പിന് പ്രാധാന്യമുള്ള ചെറിയ സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട് നമ്മുടെ. ഈ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ അതൊക്കെ ചിലപ്പോൾ മിസ്സായി പോയില്ല? ഒരുപാട് കാലം ആ വലിയ സിനിമയുടെ കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഈ തഗ് ലൈഫൊക്കെ നമ്മുടെ ഒരു ഡ്രീമാണ്. ഇപ്പം പറയുന്ന പോലെ അതിൽ എന്ത് ചെയ്യുന്നു ഇല്ല എന്നുള്ളതല്ല. അങ്ങനെ ഒരു ടീം, അതായത് കമൽ സാർ, ഈ പറയുന്ന പോലെ മണി സാറ്, ഇവരുടെയൊക്കെ ഒരു കൂടെ വർക്ക് ചെയ്യാന്ന് തന്നെ പറഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ അങ്ങനെയുള്ള സിനിമ ഇപ്പോൾ കാന്താരൊക്കെ അങ്ങനത്തെ സിനിമയാണ്. അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ വരുന്ന വർക്കിലൊക്കെ ഈ സ്പെഷ്യൽ വർക്ക് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ള ഫുൾ മൂവി നമുക്ക് ഇപ്പം ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ക്ലാഷ് ആവും. ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ട് തോന്നുന്നത് ആടുജീവിതം തന്നെയാണ്. ഇപ്പം ചെയ്തതിൽ ആടുജീവിതമാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഗംഭീരമാവട്ടെ, ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തട്ടെ, അതുപോലെ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. ഇത്രയും നേരം സഹകരിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ്.